ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ വഴിയോര കച്ചവടക്കാരുടെ ജീവനാഡിയാകാൻ PM സ്വനിധി പദ്ധതിക്ക് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1 ലക്ഷം തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകൾ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ. ഭീകരവാദത്തിനും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി വികസിപ്പിച്ച ഡിജിറ്റൽ ക്രൈം മാനേജ്മെന്റ് സംവിധാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറത്തിറക്കി. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 2 രൂപ വീതം കുറച്ചു. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം മുംബൈയ്ക്ക്. വിദർഭയെ 169 റൺസിന് പരാജയപ്പെടുത്തിയാണ് മുംബൈയുടെ കിരീട നേട്ടം. വാർത്തകൾ വിശദമായി. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രതിജ്ഞാബദ്ധതയോടെയുള്ള പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടെ കാഴ്ചവെച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM സ്വനിധി ഗുണഭോക്താക്കളെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ വഴിയോര കച്ചവടക്കാരുടെ ജീവനാഡിയാകാൻ പദ്ധതിക്ക് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. JLN സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ 1 ലക്ഷം തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. തെരുവോര കച്ചവടക്കാരുടെ ശാക്തീകരണത്തിനായി 2020 ജൂൺ 1 ആരംഭിച്ച PM സ്വനിധി പദ്ധതിയിലൂടെ 10,978 കോടി രൂപയുടെ വായ്പയാണ് ഇതിനകം വിതരണം ചെയ്തത്. ഡൽഹി മെട്രോ 4ാം ഘട്ടത്തിന്റെ ഭാഗമായ 2 ഇടനാഴികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുയോഗത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. പത്തനംതിട്ട, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. 1 ലക്ഷത്തോളം പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് ജില്ലയിൽ കനത്ത സുരക്ഷയും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥരായ ഗ്യാനേഷ് കുമാറിനെയും സുഖ്ബീർ സിംഗ് സന്ധുവിനെയും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിച്ചു. 1988 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥരാണിവർ. രാജീവ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ കമ്മീഷനിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ അരുൺ ഗോയൽ രാജിവെക്കുകയും അനൂപ് ചന്ദ്ര പാണ്ഡെ വിരമിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പുതിയ നിയമനം. രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഇതുവരെയുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നു. സുതാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്ന നിലപാടാണ് വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യത്ത് ഭീകരവാദത്തിനും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി വികസിപ്പിച്ച ഡിജിറ്റൽ ക്രൈം മാനേജ്മെന്റ് സംവിധാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറത്തിറക്കി. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ ഓഫീസ് കെട്ടിടങ്ങളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്. തീവ്രവാദവും സംഘടിത കുറ്റകൃത്യങ്ങളും സംബന്ധിച്ച അന്വേഷണം കൂടുതൽ മികച്ച രീതിയിൽ ഏകോപിപ്പിക്കാനും നീതി നിർവഹണം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് ദേശീയ അന്വേഷണ ഏജൻസി രൂപകൽപ്പന ചെയ്ത ഡിജിറ്റൽ ക്രിമിനൽ കേസ് മാനേജ്മെന്റ് സംവിധാനം. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തയ്യാറാക്കിയ ക്രിമിനൽ നിയമങ്ങളുടെ സംഗ്രഹമായ സങ്കലൻ മൊബൈൽ ആപ്ലിക്കേഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പുറത്തിറക്കി. ജമ്മുവിലും കൊച്ചിയിലും NIA-യുടെ 2 പുതിയ ഓഫീസുകളും റായ്പൂരിൽ ഒരു പാർപ്പിട സമുച്ചയവും അദ്ദേഹം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കാര്യക്ഷമവും വേഗത്തിലുള്ളതുമായ അന്വേഷണത്തിന് അത്യാധുനിക സംവിധാനം പ്രയോജനപ്പെടുത്തണമെന്ന് ശ്രീ അമിത്ഷാ നിർദ്ദേശിച്ചു. കേസ് സംബന്ധിച്ച രേഖകൾ, വേർതിരിച്ചെടുത്ത വിവരങ്ങൾ, ശേഖരിച്ച തെളിവുകൾ, കുറ്റപത്രങ്ങൾ തുടങ്ങി അന്വേഷണത്തിനിടയിൽ ഉണ്ടാകുന്ന വിവരങ്ങൾ സംയോജിപ്പിക്കാനും ഡിജിറ്റലൈസ് ചെയ്യാനും പുതിയ സംവിധാനം സഹായകമാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന ഏജൻസികൾക്കിടയിലെ സഹകരണം ശക്തമാക്കാൻ ഇത്തരം സംവിധാനങ്ങൾക്ക് കഴിയുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഉന്നതതല സമിതി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് റിപ്പോർട്ട് കൈമാറി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ അനുകൂലിക്കുന്ന റിപ്പോർട്ടാണ് ഉന്നതതല സമിതി ഇന്നലെ രാഷ്ട്രപതിക്ക് കൈമാറിയത്. ആദ്യഘട്ടത്തിൽ പാർലമെന്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനും 2ാം ഘട്ടമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടത്താനും സമിതി നിർദ്ദേശിച്ചു. 3 തെരഞ്ഞെടുപ്പുകൾക്കുമായി ഒറ്റ വോട്ടർ പട്ടികയും തിരിച്ചറിയൽ കാർഡും ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. രാജ്യത്തുടനീളം പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 2 രൂപ വീതം കുറച്ചു. പുതുക്കിയ വില ഇന്ന് രാവിലെ 6 മണി മുതൽ പ്രാബല്യത്തിലായി. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് സമൂഹമാധ്യമമായ എക്സിലൂടെ ഇക്കാര്യം പങ്കുവച്ചത്. വിലയിലെ കുറവ് പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ പ്രവർത്തന ചെലവ് കുറച്ച് ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ
ആകാശവാണിയിൽ നിന്ന്. ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനം. ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും സ്വയം ബോധവൽക്കരിക്കാനുമായി 1983 ആദ്യമായി ഉപഭോക്തൃ അവകാശ ദിനം ആചരിച്ചു തുടങ്ങിയത്. ഉപഭോക്താക്കൾക്ക് ഉത്തരവാദിത്വത്തോടെയും നീതിപൂർവകവുമായ നിർമ്മിത ബുദ്ധി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലിംഗസമത്വ സൂചികയിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ഐക്യരാഷ്ട്ര സംഘടനയായ UNDP പുറത്തുവിട്ട 2022 റാങ്കിങ്ങിൽ ഇന്ത്യ 193 രാജ്യങ്ങളിൽ 108 സ്ഥാനത്തെത്തി. 2021 122 സ്ഥാനത്തായിരുന്നു ഇന്ത്യ. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. കേന്ദ്ര സഹമന്ത്രിയും തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് റോഡ് ഷോയിൽ പങ്കെടുക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ നെയ്യാറ്റിൻകരയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും. കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് ഇന്നു മുതൽ മറ്റന്നാൾ വരെ നടക്കും. ഈ ദിവസങ്ങളിൽ റേഷൻ വിതരണം ഉണ്ടാകില്ലെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം മുംബൈക്ക്. വിദർഭയെ 169 റൺസിന് പരാജയപ്പെടുത്തിയാണ് മുംബൈ രഞ്ജി ട്രോഫി സ്വന്തമാക്കിയത്. മുംബൈയുടെ 42ാം രഞ്ജി ട്രോഫി കിരീടമാണിത്. 538 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന വിദർഭയെ മുംബൈ സ്പിന്നർമാർ 368 പുറത്താക്കി. രണ്ടാം ഇന്നിംഗ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഷീർ ഖാനെ മാൻ ഓഫ് ദ മാച്ചായും സ്പിന്നർ തനുഷ് കോട്ടിയനെ പരമ്പരയിലെ താരമായും തെരഞ്ഞെടുത്തു. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവ FCക്ക് ജയം. ഗോവയിൽ നടന്ന മത്സരത്തിൽ ബംഗളൂരു FCയെ 1-2 ഗോളുകൾക്കാണ് ഗോവ പരാജയപ്പെടുത്തിയത്. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ലോക 3-ാം നമ്പർ താരം ആൻഡേഴ്സ് ആന്റൻസനെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യയുടെ ക്വാർട്ടർ പ്രവേശനം. പുരുഷ ഡബിൾസിൽ ചിരാഗ് ഷെട്ടി, സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി സഖ്യം ഇന്തോനേഷ്യൻ ജോഡികളായ B മൌലാന MS വിക്രി സഖ്യത്തോട് പരാജയപ്പെട്ടു. വനിതാ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യയുടെ PV സിന്ധു ദക്ഷിണ കൊറിയയുടെ അൻസെ യാങ്ങിനോട് പരാജയപ്പെട്ടു. തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യമായ പരിശോധനകൾക്കും ചികിത്സയ്ക്കും ശേഷം ആശുപത്രി വിട്ടു. വീട്ടിൽ വെച്ച് ഗുരുതരമായി പരിക്കേറ്റ മമതയെ ഇന്നലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മമതയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷു ഷെറിംഗ് തോബ്ഗെ 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ഈ വർഷം ജനുവരിയിൽ അധികാരമേറ്റതിന് ശേഷം ഉള്ള അദ്ദേഹത്തിന്റെ ആദ്യ വിദേശ സന്ദർശനമാണിത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഭൂട്ടാൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അദ്ദേഹം മുംബൈ സന്ദർശിക്കും. റഷ്യയിൽ സേവനമനുഷ്ഠിക്കുന്ന 7 നേപ്പാളി സൈനികർക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടതായി നേപ്പാൾ സർക്കാർ സ്ഥിരീകരിച്ചു. റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന നേപ്പാൾ പൌരന്മാരെ തിരികെ കൊണ്ടുവരുന്നതിന് മുൻഗണന നൽകി സർക്കാർ നയതന്ത്ര ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രാലയം അറിയിച്ചു. പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കണമെന്നും ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും നേപ്പാൾ റഷ്യൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. വർഷങ്ങളായി നിലനിൽക്കുന്ന കരാർ പ്രകാരം സൌഹൃദ രാജ്യങ്ങൾ ഒഴികെ മറ്റ് വിദേശ സൈന്യങ്ങളിൽ നേപ്പാളി പൌരന്മാരെ റിക്രൂട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് നേപ്പാൾ പ്രതിരോധ മന്ത്രാലയം ആവർത്തിച്ചു. പലസ്തീനിൽ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് തന്റെ ദീർഘകാല സാമ്പത്തിക ഉപദേഷ്ടാവ് മുഹമ്മദ് മുസ്തഫയെ രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയായി നിയമിച്ചു. ഗാസ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പലസ്തീനിയൻ ഭരണകൂടത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള അമേരിക്കയുടെ നിർദ്ദേശം കണക്കിലെടുത്താണ് നിയമനം. യുദ്ധത്തെ തുടർന്ന് ഐക്യ മന്ത്രിസഭയുടെ രൂപീകരണത്തിനായി പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷ്തയ്യെ ഫെബ്രുവരിയിൽ സ്ഥാനമൊഴിഞ്ഞിരുന്നു. ഇന്ത്യയുമായി വർഷങ്ങളായി നിലനിൽക്കുന്ന ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനാണ് ശ്രീലങ്കൻ സർക്കാർ ഊന്നൽ നൽകിയിട്ടുള്ളതെന്ന് പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ന്യൂഡൽഹിയിൽ ഒപ്പുവെച്ച ദർശന രേഖ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ വഴിയോര കച്ചവടക്കാരുടെ ജീവനാഡിയാകാൻ PM സ്വനിധി പദ്ധതിക്ക് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1 ലക്ഷം തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകൾ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ. ഭീകരവാദത്തിനും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി വികസിപ്പിച്ച ഡിജിറ്റൽ ക്രൈം മാനേജ്മെന്റ് സംവിധാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറത്തിറക്കി. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 2 രൂപ വീതം കുറച്ചു. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം മുംബൈക്ക്. വിദർഭയെ 169 റൺസിന് പരാജയപ്പെടുത്തിയാണ് മുംബൈയുടെ കിരീട നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.